ഇപ്പോൾ ഈ ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ ഇപ്പോൾ രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഭിന്നശേഷി മേഖലയിലുള്ള അല്ലെങ്കിൽ കുട്ടികളെ അവരുടെ രക്ഷിതാക്കളുടെ മനോഭാവം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഗതി. അപ്പോൾ നമ്മൾക്ക് പുറത്തിരുന്നിട്ട് ഇങ്ങനെ പറയാം രക്ഷിതാവ് അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാമെന്നല്ലാതെ അത് അനുഭവിക്കുന്നവർക്കല്ല യഥാർത്ഥത്തിൽ. ഇപ്പം ഞാനൊരു ഭിന്നശേഷി രക്ഷിതാവാണെങ്കിൽ എനിക്കത് അറിയാൻ പറ്റുള്ളൂ. അതേസമയത്ത് നമ്മൾ ഇപ്പോൾ സമൂഹം അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ സമൂഹത്തിൽ സപ്പോർട്ട് കൊടുക്കാമെന്ന് പറയാം. യഥാർത്ഥത്തിൽ എന്ത് സപ്പോർട്ടാണ് ഒരു ഭിന്നശേഷി രക്ഷിതാവിന് വേണ്ടത്? ഒന്നുമില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭിന്നശേഷി കുട്ടി സമൂഹത്തിൽ എൻ്റർ ചെയ്യാൻ തോന്നുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേഷൻ വേണം അവിടെ. ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഭിന്നശേഷി കുട്ടി മറ്റു കുട്ടികളെ പോലെ അവിടെ കളിക്കാൻ അത് മാത്രമേ അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ഇപ്പൊ സ്കൂളിൽ ചേരാൻ പോവാണ്. ആ കുട്ടിക്ക് പിന്നെ വേണ്ട ആ കുട്ടിനെ സ്വീകരിക്കേണ്ട ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ആ കുട്ടിനെ ചേർത്ത് പിടിക്കേണ്ട അധ്യാപകർ ഉണ്ടാവേണ്ടത്. ഭൗതിക സാഹചര്യം അടക്കം ഭൗതിക ഇൻഫ്രാസ്ട്രക്ചറിനേക്കാളും കൂടുതൽ ആ കുട്ടിനെ ഏറ്റെടുക്കാനുള്ള മനസ്സാണ് വേണ്ടത്. അതിനുള്ള പ്രധാനാധ്യാപകർ അവിടെ വേണം, അധ്യാപകർ അവിടെ വേണം, സ്കൂൾ അധികാരികൾ അവിടെ വേണം. എന്നിട്ട് എന്താണ് ആ കുട്ടി അവിടെ പിന്നെ അതിന്റെ ഭാഗമായിട്ട് ആ കുട്ടിക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ പോയിന്റാണ്. നമ്മൾ ആദ്യം റാമ്പുകളെ കുറിച്ചാണ് ആലോചിക്കുക. ആദ്യം ടോയ്ലറ്റ് ഫ്രണ്ട്ലി ആക്കണം, റാമ്പ് ഫ്രണ്ട്ലി ആക്കണം. ഒരാളെ ഒരു അവസ്ഥ വേണം അവിടെ. അതായത് ഇപ്പൊ എന്റെ പരീക്ഷ എക്സാമിന്റെ വിവാദ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഈ ഒരു കുട്ടി അവിടെ പഠിച്ചിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന അധ്യാപകരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ഇൻഫ്രാസ്ട്രക്ചറിനായിട്ട് കാര്യമില്ല. അതാണ് ഏറ്റവും കാതലായ വിഷയം. ഇതിന്റെ സമൂഹവും മൊത്തം അവരെ സ്വീകരിക്കാന്നുള്ളതാണ്. നമ്മൾ ഈ ടോക്കില് നിങ്ങൾ വിളിച്ചപ്പോ തന്നെ ഞാന് ഇവൻ അമലിന്റെ അച്ചീവ്മെന്റ്സ് പറയാനോ അമലിനെ കുറിച്ച് പറയാനോ എന്നെ കുറിച്ച് പറയാനോ ഞാൻ അനുഭവിച്ച ത്യാഗം ഇതൊന്നും ത്യാഗമൊന്നുമല്ല, നമ്മൾ ഡ്യൂട്ടിയാണ്. അപ്പൊ അതിനൊന്നുമല്ല നമ്മൾ ഈ മേഖലയിലെ സബ്ജക്റ്റ് സംസാരിക്കാന്ന് വിചാരിച്ചു. കാരണം നേരത്തെ പറഞ്ഞ രക്ഷിതാവിന്റെ വിഷയം, രക്ഷിതാവ് ഇൻട്രോവേർട്ടഡ് ആയിരിക്കും. കാരണം ഇതോടുകൂടി ഇൻട്രോവേർട്ട് ആവും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മളെ കേരള സമൂഹത്തിന് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് പൊതുവില് തുറിച്ചു നോട്ടം കൂടുതലാണ്. പെണ്ണിനെ കണ്ടാൽ തുറിച്ചു നോക്കും, ഒക്കെ തുറിച്ചു നോക്കും, വയ്യാത്തവരെ കണ്ടാൽ ഒക്കെ. നമ്മളല്ലാത്ത അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പോയി തലയിടും. അത് നമ്മളൊരു പ്രത്യേകതയാണ്. അപ്പോൾ മറ്റ് ഒരു സ്ഥലത്ത് മറ്റു രാജ്യത്തൊക്കെ ആണെങ്കിൽ അവരിപ്പോ ഒരു സായിപ്പ് വനെ കാണുകയാണെങ്കിൽ ഹൈ പേര് വെച്ച് സംസാരിച്ച് എന്താണ് ഇതിന്റെ അസുഖം എന്ന് ചോദിക്കൂല, എന്താ എനിക്ക് പറ്റി ചോദിക്കൂല. നമ്മൾ ആദ്യത്തെ ചോദ്യം അതേ എന്താണ്, അതായത് സഹതപിക്കുക, നമ്മളെ ക്രൂവൽ ആക്കല്ല. അത് വളരെ നെഗറ്റീവായിട്ടാണ് ഈ സ്ത്രീകളാണ്. ആണുങ്ങളെപ്പോഴും ജോബ് കാര്യങ്ങളുടെ എസ്കേപ്പാണ്. എന്തെങ്കിലും പറഞ്ഞിട്ട് 90% സ്ത്രീകളാണ് ഈ കുട്ടികളെ കൊണ്ടുനടക്കുക, അമ്മമാരാണ്. അമ്മമാർക്ക് കപ്പാസിറ്റി ഉണ്ടാവില്ല തുടക്കകാലത്ത് ഈ ചോദ്യങ്ങൾ. അതിന് ഒരു 18-20 വയസ്സുള്ള പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഫസ്റ്റത്തെ കുട്ടിയായിരിക്കും ഈ കുട്ടി. ആ ചെറിയ പ്രായത്തിൽ തന്നെ അവര് ഈ സാമൂഹികമായ ഒറ്റപ്പെടലിന് കുടുംബങ്ങളിൽ കല്യാണങ്ങൾക്ക് ഇവരെന്താ ചോദിക്കാറോ, ഈ കുട്ടിനെ കാണിച്ചിട്ട് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ലേ, ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താ ഈ കുട്ടിനെ കൊണ്ടുവന്ന് നടന്ന മെച്ചം, ഇതൊക്കെയാണ് ചോദിക്കുക. അത് അവർക്കുള്ള പ്രയാസങ്ങൾ അവര് നമ്മളെ കാണുമ്പോൾ ഉള്ള ഒരു സിമ്പതി കൊണ്ടാണ് ചോദിക്കണേ. പക്ഷെ അത് എത്രത്തോളം നമ്മൾക്ക് മുറിവേൽപ്പിക്കും. അല്ല, ഏറ്റവും ഒരു രസകരമായ ഒരു അനുഭവം ഉണ്ട്. ഒരു ദിവസം ഞാൻ ഫിസിയോതെറാപ്പി കഴിഞ്ഞ് നല്ല വേദനയായിട്ട് വരികയാണ്. അപ്പോൾ വേദനയായിട്ട് ആ വേദനന്റെ ഊക്കിൽ ഞാൻ ഉറങ്ങിപ്പോയി. വാഗനറിൽ വരുമ്പോൾ ഉപ്പിച്ചൊരു കോഫി ഷോപ്പിൽ പിന്നെ കേക്കും ചായയും വാങ്ങി തരാൻ വേണ്ടിട്ട് നിർത്തി. അപ്പൊ ഞാൻ ക്വാർട്ടർ പോറിലാണ് നടക്കുന്നത്, ഒരു സ്റ്റിക്കും പിന്നെ ഒരു പല കൈയും പിടിച്ചിട്ട്. അപ്പോൾ കയറി ചായ കുടിച്ച് ഞങ്ങള് പിന്നെ ഇറങ്ങി ഞങ്ങൾ തിരിച്ചു പോകാൻ നേരത്ത് ഒരു കനേഡിയൻ സായിപ്പ് അവിടെ വന്നു. കൂടെ കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ വേഗം നടക്കണം, അയാൾക്ക് ഇങ്ങോട്ട് പോരണം. കാരണം നമ്മളവിടെ ചെന്നിട്ട് വേണം ഇറങ്ങിയിട്ട് വേണം അങ്ങോട്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവന് വന്നിട്ട് മതി എനിക്ക് അങ്ങോട്ട് കയറല്. എന്നിട്ട് അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്താണ് ഈ അന്ന് ഇൻഡിപെൻഡൻസ് ഡേന്റെ പിറ്റേന്നാണ്, ഈ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചോ, പിന്നെ എൻ്റെ വിശേഷങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എനിക്ക് നല്ല ഭാഗ്യമുള്ള ഒരു ഫാദറിനാണ്, ഒരു ലക്കി ഫാദറിനാണ് കിട്ടിയത്, ഒരു ലക്കി ഫാമിലി ആയതുകൊണ്ടാണ് ഈ ഇങ്ങനെ ആയത്, പിന്നെ എനിക്ക് നല്ല ഭാഗ്യം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പറഞ്ഞു.
അതിന് തൊട്ടടുത്തൊരു ഒരു ഇൻസൈഡൊക്കെ ചെയ്തിട്ടൊരു പിന്നെ ഒരു ഭയങ്കര പുള്ളി മലയാളി മുടിയൊക്കെ നീട്ടിയിട്ട് അയാളെന്ന് വെച്ചിട്ട് ഇങ്ങനെ തെക്കൻ ഭാഷയിൽ ഈ കൊച്ചിനെന്നാ ഈ കൊച്ചു നടക്കത്തില്ലേ അതോട് കൂടി മൂട് മൊത്തം പോയി. അപ്പൊ അവിടെ നമ്മുടെ സംസാരവും നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ പെരുമാറ്റവും ഒക്കെ പ്രധാനമാണ്. അല്ല അത് സ്വാഭാവികമായിട്ട് സായിപ്പിന് കൂടുതൽ ആളാണ്. സായിപ്പ് ജനറൽ അനുസരിച്ച് മറ്റേ ഇവൻ നടക്കത്തില്ല നടന്നില്ല നമ്മളെ വിഷയമല്ലല്ലോ. അപ്പൊ ഇതിന് ഇതിന് ഭയപ്പെടുക എന്നല്ല, അതിന് ഒറ്റപ്പെടല. അപ്പൊ ഇവര് ഐസൊലേറ്റഡ് ആവും. ഇവര് വീടിനുള്ളിൽ രക്ഷിതാക്കളൊക്കെ പാരന്റ്സ് കുട്ടികളല്ല പാരന്റ്സ് ഇരിക്കും. കുട്ടികൾക്ക് തിരിച്ചറിയില്ല. അത് സ്പെഷ്യൽ കുറച്ച് കഴിഞ്ഞ് പിന്നെ സ്പെഷ്യൽ സ്കൂളുകളിലേക്ക് വേഗം പോകും. പോയിട്ട് അവിടെയുള്ള അവരുടെ സമൂഹത്തിൽ മാത്രം ജീവിക്കും. പക്ഷെ ഇപ്പൊ നല്ല മാറ്റം വന്നു സ്പെഷ്യൽ സ്കൂളുകളിൽ. ഇപ്പൊ ഈ പറയപ്പെട്ട അമ്മമാരൊക്കെ കുറച്ച് മൂത്തല്ലോ. ഇപ്പൊ ഒരുപാട് സർക്കാർ സംവിധാനങ്ങൾ പുതിയത് നമ്മൾ ഭിന്നശേഷി കലോത്സവം അപ്രീഷിയേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ സർക്കാർ തലത്തിൽ ഒരുപാടുണ്ട്. 10 വർഷത്തില് സമൂലമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാകൃത എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നു. പുതിയ പുതിയ സംഗതികൾ കൊണ്ട് പിന്നെ സമൂഹത്തിന് തന്നെ ഈ ഒരു അവബോധം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ അമ്മമാരെന്നെ എന്ത് ചെയ്തു? അവർ ബോൾഡായി, അവർ സംഘടിച്ചപ്പോ അതാണ് ഈ സ്പെഷ്യൽ സ്കൂളുകൾ പേരുകളിൽ നിന്ന് പുറത്തു വരുന്നത്. ഭിന്നശേഷി കലോത്സവങ്ങളായിട്ടും അപ്പൊ ഞാൻ എപ്പോഴും വീണ്ടും പറയാ, ആ സ്പെഷ്യൽ സ്കൂളുകളെ ആ അമ്മമാരെ ആവശ്യമാണ് ഒരു മാറ്റം വരുത്താതെ ബഡ്സ് സ്കൂളുകൾ അത് നേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ അക്കോമഡേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ദിവസം 2 മണിക്കൂറൊക്കെ അവരെ ക്ലാസ് മുറിയിൽ റിസോഴ്സ് റൂം ഇരിക്കുമ്പോൾ ബാക്കി സമയം കുട്ടികളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വേൾഡിൽ നമുക്ക് സംഭാവന ചെയ്യാവുന്ന ഏറ്റവും നല്ല സിസ്റ്റം, ഏറ്റവും നല്ല മാതൃക. അതോട് കൂടിയിട്ട് എല്ലാ പ്രശ്നങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടാവും. അപ്പോൾ കാരണം സൊസൈറ്റി മാറിയിട്ടുണ്ട്, സൊസൈറ്റി കൾച്ചേർഡ് ആയിട്ടുണ്ട്, ഹെൽത്തി ആയിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് കാലിന് വയ്യാത്ത ഒരാളുണ്ടെങ്കിൽ അവനെ പരിഹസിക്കും, 1.5 വിളിക്കും. അല്ല ശരിക്കും നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഇപ്പൊ നമ്മളെ കവലകളിലും നമ്മളെ ചുറ്റുവട്ടത്തും തന്നെ ചെറിയൊരു എന്തെങ്കിലും ഒരു പിന്നെ കുറവെന്നല്ല ഒരു ഇതുണ്ടെങ്കിൽ അത് പൂർണ്ണമാക്കിയിട്ട് സമൂഹമാണല്ലോ വിടുക. ഇപ്പൊ അങ്ങനെയല്ല, ഒന്നല്ലെങ്കിൽ വേറെ തരത്തില് ഇപ്പം ശാരീരിക അവസ്ഥയല്ല ഞാൻ പറയുന്നത്, മാനസികമായിട്ട് ചില ആളുകളുണ്ടല്ലോ അവരെ വരെ എന്ത് ചെയ്യും സമൂഹമാണ്. ശരിക്കും കമ്മ്യൂണിറ്റി ട്രീറ്റ്മെന്റ് ആണ് അതിന് വേണ്ടത്. കാരണം എന്താ അറിയോ, ഞാൻ മനസ്സിലാക്കിയ കാരണം അത് സിനിമകൾ സ്വാധീനിച്ചിട്ടുണ്ട്, ദൃശ്യമാധ്യമങ്ങൾ സ്വാധീനിച്ചു. കളിയാക്കാന്നുള്ള അല്ല, കളിയാക്കരുത്. പുതിയ തലമുറ മാറ്റങ്ങളിൽ ആണ് പറയാൻ കാരണം. മാറ്റങ്ങളില്ല, ഒരു പുതിയ തലമുറ നല്ല എൻ്റെ ഡിഫറെന്റ് ആണ്. പുതിയ തലമുറ എൻ്റെ ഡിഫറെന്റ്. ആ ഡിഫറെന്റ് ആവാൻ കാരണം അതാണ്, അവര് വന്ന സാഹചര്യം ദൃശ്യമാധ്യമങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. ഉദാഹരണമായിട്ട് പിന്നെ നമ്മളെ അപർണ ബാലമുരളിന്റെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ ആണെങ്കിൽ പോലും കാമുകി എന്നുള്ള ഒരു പിന്നെ ക്യാമ്പസ് സിനിമ, കണ്ണു കാണാത്ത കുട്ടിനെ എങ്ങനെയാണ് ഒരു ക്യാമ്പസ് ട്രീറ്റ് ചെയ്യുന്നത്, വളരെ മനോഹരമായ സിനിമ. അപ്പൊ ഈ കുട്ടി ഇപ്പം എന്റെ മകള് 2ാം ക്ലാസ്സിലുള്ള കുട്ടി, അവൾക്ക് പൂർവ്വ കഥകളൊന്നും അറിയില്ലല്ലോ. അവളിപ്പോ കാണുന്നത് ഒരു സിനിമയിൽ ഇങ്ങനെ കുട്ടീനെ എല്ലാവരും കൊണ്ടുനടക്കുന്നുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ, അല്ലെങ്കിൽ വെറുതെ വീഡിയോ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു ഭിന്നശേഷി സ്കൂളിനെ ആ നാട്ടുകാർ ചേർന്നിട്ട് വലിയ കലോത്സവമായിട്ട് നടത്തുന്നത്. അത് അവരെ മുന്നിലുള്ള ബെസ്റ്റ് സാമ്പിളുകളാണ്. ആ സാമ്പിളുകൾ നന്നായി എന്നുള്ളതാണ് അവർക്കുള്ള ക്യാപിറ്റൽ. അവർ ക്യാപിറ്റൽ ശരിക്കും അതാണ്. ആ ക്യാപിറ്റലിൽ നിന്ന് അവർ പോരുന്ന സ്കൂളിൽ 1 മുതൽ 10 വരെ എത്തുമ്പോഴേക്ക് അവർ കൾച്ചറലി മാറാണ്. അല്ല അങ്ങനെ കുറെ മാറിയിട്ട് ഇപ്പം പിന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള അധ്യാപകരുണ്ടല്ലോ, ഈ അധ്യാപകരെ ആ സ്കൂളിലെ കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്, നന്നായി കൊണ്ടുവരുന്നത്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം തരും ഇത് പറയുമ്പോ, അവിടെ മാറ്റാത്ത കൗമ് അധ്യാപകരും പാരന്റ്സും ആണ്. അതായത് ഒരു സ്കൂളില് ഞാൻ തുറന്നു പറയും 20% കൂടുതൽ അധ്യാപകർക്ക് ഇതിൽ താല്പര്യമില്ല എന്നുള്ളത്. ഒരു 20% അധ്യാപകർക്ക് അതെ എത്ര നല്ല കുട്ടികൾ, എത്ര എന്താ പറയാ പ്രയാസമുള്ള കുട്ടിയെന്ന് അവർക്ക് പ്രശ്നമില്ല, അവര് ചോറ് അരി കൊടുത്തിട്ടും ഒക്കെ ട്രീറ്റ് ചെയ്യും. അതേ സമയത്ത് അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. എന്തിനാ നമ്മള് റിസ്ക് എടുക്കണ ചോദിക്കും. അവരെന്താ പറയാ, നിങ്ങള് സ്പെഷ്യൽ ടീച്ചർ വരുന്ന ദിവസം ആഴ്ചയിൽ 3 ദിവസം അന്ന് വന്നാ പോരെന്ന് ചോദിക്കുന്നത്.
നൂറുകണക്കിന് പരാതികൾ കെട്ടിക്കിടക്കേണ്ട ഈ വിഷയത്തില്. വെറുതെ പറയല്ല, ഈ പാരന്റ്സിന് ഈ ടീച്ചേഴ്സിനോട് പാരന്റ്സ് എന്ന് പറയാണ് എന്റെ ക്ലാസ്സിൽ ഉള്ള കുട്ടി ആകാശം കിടന്ന സിനിമ റിയൽ ഇൻസിഡന്റ് വെറുതെ പറയാം എന്റെ കുട്ടിയുടെ ക്ലാസ്സിലേക്ക് വരില്ല എന്ന് പറയും. എന്റെ കുട്ടി ഈ കുട്ടിന്റെ അടുത്തേക്ക് ഇരുത്താൻ പറ്റില്ല പറയണ്ടല്ലോ. അപ്പൊ റിയൽ സംഭവമാണ്. അപ്പൊ ഇരുത്താതെ എന്ത് ചോദിച്ചാൽ അവര് അല്ലെങ്കിൽ ഞങ്ങൾ സ്കൂൾ മാറിപ്പോകുന്ന പറയും. മാറിപ്പോയി സാധു അധ്യാപകൻ അയാളെ പോസ്റ്റിംഗ് പോലെ അയാൾ അവിടെ തിരുത്തേണ്ട ഒരു തിരുത്ത് അധ്യാപകർ നടത്തുന്നില്ല. അതുകൊണ്ടാണ് ധൈര്യം ഇല്ല. ഇപ്പത്തെ പ്രശ്നം എന്താ അറിയോ, ഇപ്പത്തെ പ്രശ്നം ധൈര്യമില്ല. കാരണം അത് വേണ്ട, ഞാൻ അപ്പുറത്ത് ചേർത്തിക്കോളാന്ന് പറയും. അവിടെ തിരുത്തേണ്ട ധൈര്യം അധ്യാപകർ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ആ സിനിമയിൽ കാണിക്കുന്ന അത് എന്നുള്ള കഥാപാത്രമാണ് അതിലേക്ക് എൻട്രി കാണിക്കും. കുട്ടികൾ ചെയ്യുന്നുണ്ട്, കുട്ടികൾ കാണിക്കും. ഞാൻ ഇവനെ ജഡിച്ച് ഞാൻ 1 മുതൽ 11ാം ക്ലാസ് വരെ ഇവന്റെ കൂടെ പോയിട്ടുണ്ട് സ്കൂളില്. വലിയ സംഭവമല്ല കേട്ടോ, ഞാനൊരു ബെനിഫിഷ്യറി. കാരണം 2ാമത് സ്കൂളിൽ പോകാറിന് ഒരാൾക്കും നിങ്ങൾ മാഷായതുകൊണ്ട് അധ്യാപകൻ സ്കൂളിൽ പോണ പോലല്ല, ഒരു കുട്ടിയെ പോലെ സ്കൂളിലെ ബെഞ്ചിമേൽ വീണ്ടും പോയിരിക്കും. വരാന്തയിലും ബെഞ്ചിലും ഞാൻ ക്ലാസ് മുറിയിലിരിക്കും ടീച്ചർ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ. അത് ഭയങ്കര ലക്കാണ്, ലക്കിയസ്റ്റ് ഫാദറാണ് ആ രീതിയിൽ. അപ്പോ ഇതല്ല വേണ്ടേ അവർക്ക് അങ്ങനെ. അപ്പൊ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ പാരന്റ്സ് കുറ്റപ്പെടുത്തലുകൾക്ക് വിധേയരാവുകയാണ്. ഞാനൊരു മോശം ഓൾറെഡി തിരസ്കരിക്കപ്പെട്ട ഒരു സമൂഹം, ഓൾറെഡി പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം. ഈ ഒരു വാദം കൂടി കേൾക്കുമ്പോ ആ രക്ഷിതാക്കളുടെ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു നോളജ് ഓഫ് ഒരു കപ്പാസിറ്റി മുതുകാട് സാറിന് ഇല്ലാതെ പോയതാണ്. അപ്പൊ ഇത്തരം ആളുകൾ പറഞ്ഞ പ്രശ്നം നമ്മള് മുഖവിലക്കെടുക്കാനേ പാടില്ല. ഇവര് ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് അവിടെ ഉള്ള ഓഡിഷൻ പരിപാടികളൊക്കെ നിർത്തി വെച്ചിട്ട് അവിടുത്തെ സയന്റിഫിക് ട്രെയിനിങ് കിട്ടിയ ആളുകളെ അവിടെ പോസ്റ്റ് ചെയ്യുക, ഈ കുട്ടിയെ ട്രെയിൻ ചെയ്യാൻ. സ്പെഷ്യൽ ടീച്ചേഴ്സ് അവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇല്ലല്ലോ അവിടെ ഇല്ല. പിന്നെ നല്ല ഫിസിയോതെറാപ്പി സെന്റർ ഇല്ല. അവര് ഫിസിയോതെറാപ്പി സെന്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് എക്യുപ്മെന്റ്സ് കാണിച്ചിരുന്ന കാര്യമില്ല. പിന്നെ ഫിസിയോതെറാപ്പി സെന്റർ എന്ന് പറഞ്ഞാൽ ഒരു ആ സെറ്റ് അങ്ങനൊന്നുമല്ല ഫിസിയോതെറാപ്പി സെന്റർ ഉണ്ടാവുക. അപ്പൊ ഫുൾ എക്യുപ്ഡ്, അത്രയും ഫണ്ടും അത്രയും സപ്പോർട്ടും കിട്ടുമ്പോൾ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ഈ ഭിന്നശേഷി മേഖലയിലുള്ള വൈഡ് കേസുകളെ പരിശോധിക്കാൻ അനലൈസ് ചെയ്ത് ഇത് മൈൽഡ് ഓട്ടിസ്റ്റിക് ആൻഡ് മൈൽഡ് MR എന്നുള്ള കാറ്റഗറിയാണ് ഇവരെടുക്കുന്നത്. അത് മാറ്റിയിട്ട് ഇത്രയും ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഫണ്ടുകളൊക്കെ കിട്ടുന്ന ഒരു സ്ഥിതിക്ക് ഈ ഒരു മൊഡ്യൂൾ എങ്ങനെ മാറ്റം വരുത്താം, വൈഡാക്കിയിട്ട് മാക്സിമം കുട്ടികൾക്ക് അഡ്മിറ്റ് ചെയ്യാം. അത്രയും ഫണ്ടുകൾ ആളുകൾ കൊടുക്കും. അപ്പൊ അതിനുള്ള ട്രെയിനേഴ്സിന് വെക്കണം, അതിനുള്ള നല്ല ഫിസിയോസിനെ, നല്ല സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ. ഈ ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റുകൾ വേറെയുണ്ട്. ഡെവലപ്മെന്റൽ തെറാപ്പി പുതിയൊരു സെന്റർ പുതിയൊരു പ്രൊജക്ടിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതും ഇതേ സംഗതി തന്നെയാണ്. അറിയില്ല എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മാജിക് പഠിപ്പിച്ചിട്ട് ഇവർക്ക് അരി വാങ്ങാൻ പറ്റുമെന്നുള്ള മണ്ടത്തരം. കാരണം മാജിക്കിന് മുതുകാട് സാറിന് മാജിക് കളിക്കാൻ ആണെങ്കിൽ പോലും വേദിയില്ല. മറ്റേ ഉത്സവപ്പറമ്പുകളിലും പള്ളി പെരുന്നാളിലും ഒക്കെ മാജിക് ഉണ്ടാവും സ്കൂളുകളിൽ. ഇങ്ങോട്ട് മാജിക് ആണോ? അങ്ങനെ വിഷ്വൽ മീഡിയന്റെ ഇമ്പാക്ട് ആണ്. അതോടുകൂടി മാജിക്കിന്റെ ഇതൊക്കെ പൊളിച്ചു. അത് മുതുകാട് സാറിനെ പൊളിച്ചിട്ടാണ് ഇങ്ങോട്ട് മാറിയത്. അപ്പൊ അതോട് കൂടിയിട്ട് അത് റൂട്ടില്ലാത്തൊരു സാധനത്തിലാണ് നമ്മള് വളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിവേരില്ലേന് അതിന് വളം ചെയ്തിട്ട് എന്താ കാര്യം? വരുമ്പോ സർക്കാർ തന്നെ ഇതിന് അസിസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇല്ല യഥാർത്ഥത്തിൽ അവിടെ ഇല്ല. അത് ട്രസ്റ്റ് പ്രൈവറ്റ് ട്രസ്റ്റ് അവർ മാത്രം. ഞാൻ ചോദിക്കുന്നത് അതിനുള്ള മൊഡ്യൂൾ തയ്യാറാക്കാനൊക്കെ യഥാർത്ഥത്തിൽ എക്സ്പേർട്സ് വേണ്ടേ? നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ, നമ്മളെ സർക്കാർ സംവിധാനം ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങളിത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആളെ നിങ്ങൾ ഏൽപ്പിച്ചിട്ട് മാറി കൊടുക്കും. അപ്പൊ ഇതിന് ഏറ്റവും വലിയ കള്ളത്തരം ഇതാണ്. ഇപ്പൊ നേരത്തെ ഒന്ന് ചോദ്യം അതാണ്, ഇതിൽ നിങ്ങൾ എക്സ്പേർട്ട് ആണ് എന്നുള്ളത് ഒന്നും നോക്കാതെ നിങ്ങളെ വാക്ചാതുര്യമോ അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയുക മാർക്കറ്റിംഗ് കപ്പാസിറ്റിയോ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങളെ ഏൽപ്പിക്കുക. അത് ഈ പാരൻസിനും കുട്ടികൾക്കും നഷ്ടം വരുത്താണ്. ഇതാണ് നിലവിലുള്ളത്. അതാണ് ഇതിന്റെ പ്രശ്നവും. അപ്പം മുതുകാട് സാറ് അത് ചെയ്യാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ അവിടെ മറ്റുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സ്പേസ് വേറെ. മുതുകാട് സാർ ഇതിൽ 0 ആണ്, ബിഗ് 0 ആണ്. അദ്ദേഹത്തിന് ഇതിൽ ഒരു വിവരമില്ല, തുറന്നു പറയാം. ഭിന്നശേഷി മേഖലയില് ഇപ്പൊ നമ്മൾക്കൊക്കെ വളരെ മൈന്യൂട്ട് അറിവുകള്. 19 കൊല്ലം ഇങ്ങനത്തെ ഒരു കുട്ടിയെ പോറ്റിണ്ടാക്കിയിട്ട് പോലും വളരെ നമ്മൾ അത്ഭുതപ്പെടും പുതിയൊരു കേസ് കാണുമ്പോ. ഇതൊന്നും ഡിഫറെന്റ് ആണല്ലോ.
അപ്പോൾ ഓരോരുത്തരെ കുറിച്ച് തന്നെയുള്ള പഠനം നടക്കണല്ലോ യഥാർത്ഥത്തില്. ഇപ്പം ഒരു ഓട്ടിസം ബാധിച്ചൊരു കുട്ടി വേറൊരു വീട്ടിലെ ഓട്ടിസം ബാധിച്ചൊരു കുട്ടി തമ്മിൽ വളരെ വ്യത്യാസമാണ്. അപ്പൊ അതില് ഒരു വിവരമില്ലാത്ത പുതിയൊരു മേഖല പെട്ടെന്ന് തുറന്നിട്ട് ചെയ്തതാണ്. അതിൽ മാറ്റം വരുത്തണം. സർക്കാർ ഇടപെടണം. സർക്കാർ കാശ് കൊടുക്കണല്ലേ, സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് കാശ് കൊടുക്കണാണ്. കാശ് കൊടുക്കുന്നവർ ഇടപെടുക. നമ്മളെ പ്രശ്നം അതല്ല. നമ്മളെ പ്രശ്നം കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടണം എന്നുള്ളതാണ്. അവിടെ ഓഡിഷൻ നിർത്തിവെക്കാൻ പറയണം. എന്നിട്ട് അപ്പോൾ ഈ ചോദ്യം ചെയ്യൽ ഉണ്ടായപ്പോൾ അവർ പറഞ്ഞതാണ്, ഇതേ നിങ്ങൾ പറഞ്ഞ ഭിന്നശേഷി കേന്ദ്രമല്ല, നിങ്ങളൊരു ആർട്സ് സെന്റർ മാത്രമാണെന്ന്. പക്ഷെ സമൂഹം എന്താ പറഞ്ഞത്? ഈ കമന്റുകൾ, നമ്മളെ വിദ്വേഷപരമായ കമന്റുകളിൽ പറയുന്നതാണ്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ത്യാഗം ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ് നിങ്ങൾ ഇങ്ങനെ ക്രൂശിക്കുന്നത്. ആ മനുഷ്യൻ അത് പറഞ്ഞില്ല. ആ മനുഷ്യൻ പൊതുവേദിയിൽ വന്ന് അല്ലെങ്കിൽ ഞങ്ങളോടൊക്കെ സംവദിക്കട്ടെ. ഞങ്ങൾ തുറന്ന വേദി, ചാനൽ, മീഡിയ ഒക്കെ മൂടി വെച്ചതല്ലേ, ഒരു മീഡിയയും സപ്പോർട്ട് ചെയ്തില്ല. ഇതേപോലെ നിങ്ങൾ സംസാരിക്കുന്ന പോലെ ഒരു മേശക്കപ്പുറം ഡിബേറ്റിന് 4 ചോദ്യങ്ങൾ അപ്പുറത്തേക്ക് ആ ചർച്ച പോലെ 5ാമത്തെ ചോദ്യം എത്തൂല, അതോടുകൂടി തീരും. ഈ ഇന്റർവ്യൂവിൽ തന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഇത്തരം ഒരു വിഷയത്തില് പിന്നെ താങ്കള് എന്താ പറയാ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ സാറിന്റെ അടുത്തുണ്ട്, അല്ലെങ്കിൽ ആളുകൾ പറഞ്ഞ വാദം പൊള്ളത്തരമാണ് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു പ്രൂഫ് സാറിന്റെ കയ്യിലുണ്ടെങ്കിൽ, എനി പ്രൂഫ് സാറിന്റെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ടോക്ക് ഷോക്ക് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ പറഞ്ഞ എല്ലാവരും ഉണ്ടാവും, രക്ഷിതാക്കളുണ്ടാവും, സാറുണ്ടാവണം, ഞാനുണ്ടാവും. ഓക്കെ. അപ്പം നമ്മളിപ്പം ഈ ഒരുപാട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമലിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അമലിന് തീരൂല. കാരണം വെച്ചാൽ അമലിന് അനുഭവമാണ്. അമലിന് അച്ചീവ്മെന്റ് ഒന്നും പറയണ്ട, നാട്ടുകാരൊക്കെ പറഞ്ഞു വലുതായ അമലിനെ കുറിച്ച് ഒരുപാട് ഇപ്പം പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാണ്ട്. പിന്നെ അമലിന്റെ ആം റെസ്ലിംഗിലേക്ക് അമൽ എത്തിയത് യഥാർത്ഥത്തിൽ ഇത്രയും സർജറി ചെയ്ത ഒരാള് ആം റെസ്ലിംഗിൽ നാഷണൽ ചാമ്പ്യൻ, അത് ജനറൽ കാറ്റഗറിയിലാണ് മത്സരിച്ചത്, അല്ല മറ്റേതില്. അപ്പം എന്നാലും ഹെവി മത്സരം, അതായത് ഇവനിപ്പോ പിടിക്കുകയാണെങ്കിൽ നമ്മൾ നോർമലി 80 കിലോ ആളെ വലിച്ചിടും, അവന് വെയിറ്റ് 42. അവർക്കാണ് കപ്പാസിറ്റി കൂടുക. ഇവന്റെ കൂടെ മത്സരിച്ച് വേൾഡ് ചാമ്പ്യൻ ഹരീഷും പിന്നെ അബ്ദുള്ള മഹാരാഷ്ട്രന്റെ, ദീപക് മധ്യപ്രദേശിന്റെ, ഇവരൊക്കെ ഏഷ്യൻ ചാമ്പ്യന്മാരും നാഷണൽ വീൽചെയർ ക്രിക്കറ്റ് പ്ലെയറിന്റെ ടീമാ. നമ്മളെ ഈ വിഷയം എന്നുള്ള ഒരു സംഗതിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാം, സബ്ജക്ട് വരാൻ കാരണം. അതെ. അപ്പോൾ ഏതായാലും പിന്നെ സിനിമയെ കുറിച്ച് സിനിമ എല്ലാവരും കാണണം എന്ന് പിന്നെ ആകാശം കടന്ന് ഒരിക്കൽ കൂടെ അച്ചീവ്മെന്റ്സ് ഒരുപാടുണ്ടല്ലോ. സയൻസ് ഫെയറിലൊക്കെ സ്റ്റേറ്റിൽ പലതവണ അടിച്ചിട്ടുണ്ട്. പിന്നെ നാഷണൽ ഇൻസ്പയർ അവാർഡ് നാഷണൽ മത്സരിച്ചിട്ടുണ്ട്. പിന്നെ മോഡൽ യൂണിയൻ പാർലമെന്റിൽ മസ്കറ്റിൽ വെച്ചിട്ട് ഇന്റർനാഷണൽ മോഡൽ യൂണിയൻ പാർലമെന്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഡിപ്ലോമസി അവാർഡ് അവനാണ്. പിന്നെ ഗംഗാ ഫൗണ്ടേഷന്റെ ഒരു മറ്റേ കഥാമത്സരം ഉണ്ടായിരുന്നു നാഷണൽ ലെവലില്, അതില് സെക്കൻഡ് പ്രൈസ് നാഷണൽ ലെവലില്. അക്കര ഫൗണ്ടേഷന്റെ മറ്റേ അവാർഡ്, പുരസ്കാരം, ഭിന്നശേഷി അവാർഡ് ഞാൻ തുടങ്ങിയിട്ട്. ഓക്കെ. അപ്പം അതിൽ പിന്നെ ഒരുപാട് അനുഭവങ്ങൾ അമലിനുണ്ട്. യഥാർത്ഥത്തിൽ ഈ അനുഭവങ്ങളൊക്കെ സോഷ്യലൈസേഷനിലൂടെ കുട്ടികൾക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അവസാനമായിട്ടൊരു ചോദ്യം, ഈ രക്ഷിതാക്കളോട് ഇതുവരെ പറഞ്ഞതൊക്കെ രക്ഷിതാക്കളോട് നിങ്ങൾക്ക് പറയാനുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഇനി നമ്മുടെ ഈ രക്ഷിതാക്കളോട് എന്തെങ്കിലും രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളെ മക്കളെ നിങ്ങളെ മക്കൾ കുറവുകളുള്ളവരാണെന്ന് കരുതിയിട്ട് സൊസൈറ്റിയിലേക്ക് എൻ്റർ ചെയ്യിക്കാതിരിക്കല്ലേ. കാരണം നമ്മളെ പ്രശ്നങ്ങൾ ഈ സാഹചര്യത്തിൽ പുതുതലമുറ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഈ സാഹചര്യത്തിൽ നിന്നുള്ള ഈ കാലഘട്ടത്തിൽ പുതുതലമുറ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നമ്മൾ പൊതുജന പങ്കാളിത്തത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, നമ്മളെ മക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്യുക. എന്നിട്ട് അവർ പറയുന്ന മൊഡ്യൂളുകളിൽ നമ്മളെ ലൈഫിൽ പിന്നെ അത് പിന്നെ എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് ആയി കഴിഞ്ഞാലും മറ്റ് സോഷ്യലൈസേഷൻ്റെ കാര്യത്തിലായി കഴിഞ്ഞാലും നമ്മളെ ലൈഫിൽ അത് അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങൾ മക്കളെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ്. ഒരു മടിയും കൂടല്ലേ. അതെ അതെ അതെ. അല്ല ഇപ്പൊ അമൽ പറഞ്ഞ കാലം മാറിയിട്ട് കാലം അത് ഏറ്റെടുക്കാൻ റെഡിയാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ 2022 ഖത്തർ
പിന്നെ വേൾഡ് കപ്പ് അതിന് വലിയൊരു കാരണം ലോകത്തിലെ ഏറ്റവും വലിയൊരു ഇവന്റ് ആണ്. പിന്നെ ഒരു ഐക്കണായിട്ട് അവതരിപ്പിച്ച് തന്നെ നമുക്കറിയാം. അല്ല അവര് ചെയ്തത് ഒരു ഐക്കണായിട്ട് അവൻ അവതരിപ്പിക്കുന്നതിന് കൂടെ ഫോർമാന്റെ കൂടെ അവതരിപ്പിച്ചിട്ട് അത് അവിടെ അവസാനിപ്പിച്ചില്ല. സാധാരണ രീതിയിൽ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാകുക ആ ഫോട്ടോ എടുക്കുന്നതോടുകൂടി കഴിഞ്ഞു. അവര് ഭിന്നശേഷിക്കാർ സെപ്പറേറ്റ് പാവലിയൻ ഉണ്ട്. അവര് ഗ്രൗണ്ടിലേക്ക് വരും, ഈ കളിക്കാരായിട്ട് കാണും. അതായത് ഒരു ഭിന്നശേഷിക്കാരനോട് വരികയാണെങ്കിൽ ഇത്ര വലിയ വേൾഡ് കപ്പ് മാങ്കം നടക്കുന്നിടത്ത് ഒരു തടസ്സമില്ലാതെ ഈസി എൻട്രി നേരെ ഈ പാരന്റ് മറ്റേ കളിക്കാര് ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ഈ കുട്ടികളെ കണ്ടിട്ടാ പോണേ, ഇല്ല ഈ ഭിന്നശേഷിക്കാരെ കണ്ടിട്ടാ പോണേ. അതന്നെ കണ്ടിന്യൂഷൻ ആണ്. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന വർക്കുകൾ ഇല്ല എന്നുള്ളതാണ് നമ്മളെ പ്രശ്നം. അത് ഉണ്ട് എന്നുള്ളതാണ് കേവലം ഒരു ഡിസംബർ 3 ഒരു പ്രദർശന വസ്തു ആക്കുക എന്നതാണ് നമ്മളെ മക്കളെ ഭിന്നശേഷി ദിനത്തില്. മോട്ടിവേഷൻ ക്ലാസ്സും കാര്യമൊക്കെ കൊടുക്കും. അവരോട് നിങ്ങൾ പറക്കണം, നിങ്ങൾ പിന്നെ അങ്ങനെ ഉയരണം എന്നൊക്കെ പറയാം. പക്ഷെ ഈ ആകാശം കാണിച്ചു കൊടുക്കണ്ടേ പറക്കാനൊരു ആകാശം കാണിച്ചു കൊടുക്കുന്നത്. അതേപോലെ അവർക്ക് ചിറകും വേണമല്ലോ. നമ്മൾ രണ്ട് കാര്യം, ഒന്ന് ആകാശം വേണം, ചിറകും വേണം. എങ്കിലവർക്ക് പറക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആ ഒരു സംഗതി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പിന്നെ ഈ ഭിന്നശേഷി ദിനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി സംസാരം കുറക്കുക. ആ ദിവസം ഭിന്നശേഷി യൂണിവേഴ്സിറ്റി നടന്ന പ്രോഗ്രാം എനിക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം നമ്മൾ പറഞ്ഞതാ, ഇവര് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ പഞ്ചായത്ത് വാർഡ് വരെ മെമ്പർ വരെയുള്ള ആളുകളൊക്കെ കസേരയിട്ട് അവരവരെ വാർഡിൽ എന്ത് ചെയ്തു എന്ന് പറയാനുള്ള ഒരു ദിവസമായിട്ട് ഇവർ ഇന്നത് കാണും. മാത്രല്ല ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾ എന്ത് ചെയ്തു. മാത്രല്ല ഈ പ്രസംഗം തുടങ്ങണേ, പ്രിയപ്പെട്ട സെയ്താലിക്ക പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രിയപ്പെട്ട ഈ ഒരു ലിസ്റ്റ് വായിച്ചിട്ടല്ലാണ്ട് പ്രോഗ്രാമിലെ മുഴുവൻ ആളുകളെ പേര് വായിക്കും. മിനിമം 5-10 മിനിറ്റ് ഉറപ്പല്ലേ? അത് ഈ എല്ലാരും പറയും ചെയ്യും. ഒരാളാണെങ്കിൽ കുഴപ്പമില്ല, സ്വാഗതം പറഞ്ഞ ആള് പറഞ്ഞ് അതോടുകൂടി കഴിഞ്ഞെന്നായിരിക്കും. അതല്ല ഈ ബാക്കി വരുന്ന ആളുകൾ. അപ്പൊ അതാണ് ഇതിലൊക്കെയുള്ള വലിയ പ്രശ്നം. അത് പണ്ടൊരു സ്കൂളിലൊരു ഭിന്നശേഷിക്കാരൻ എന്നല്ല, സ്കൂളിലെ പ്രധാനാധ്യാപകന്റെ യാത്രയപ്പാ. അപ്പൊ അവസാനം ഇയാൾക്ക് മറുപടി പ്രസംഗം ഉണ്ടാവും. അപ്പൊ ഈ മറുപടി പ്രസംഗത്തിന്റെ സമയത്ത് ആരുമില്ല. കാരണം എന്താ വെച്ചാൽ ഈ ആളുകൾ മുഴുവൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഇയാൾക്കുള്ള മറുപടി പ്രസംഗം നടത്താൻ എന്ന് പറഞ്ഞ പോലെ ഈ ഇവരുടെ ഒരു ഇതാണത്. പിന്നെ അതുപോലെ അന്ന് നടന്നൊരു രസകരമായ സംഭവം, ഇതിങ്ങനെ പ്രസംഗിച്ച് ഇങ്ങനെ ആളുകൾ കത്തിക്കണിക്കണ സമയത്ത് ഒരു ഡൗൺ സിൻഡ്രോം ബാധിച്ചൊരു കുട്ടി ചൂലെടുത്തിട്ട് സ്റ്റേജ് ഒക്കെ അടിച്ചു വരാൻ തുടങ്ങി. വളരെ സിംബോളിക് ആയിട്ട് ഞാനത് എന്താ അറിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് അവിടെ പറഞ്ഞ സ്ലാങ് നോക്കണം. ഞാൻ സ്റ്റേജ് മക്കള് കേട്ടത് കുട്ടികൾ അടിച്ചു തരാൻ തുടങ്ങി സ്റ്റേജ്. ഞാൻ ആ വേദിയിൽ യൂണിവേഴ്സിറ്റി ഇപ്രാവശ്യം ഞാനെന്താ അറിയോ, ഞാനത് വീഡിയോ പിടിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്തു മൊബൈലിൽ. കാരണം അത് ചിലപ്പോ ആ പാരന്റിന് ടെൻഷൻ ആണ്ടായിട്ടാ. ശരിക്കും വളരെ സിംബോളിക് ആയിട്ടാണ് ആ കുട്ടി ചെയ്ത്. കാരണം അവിടെ ഉള്ളത് വേസ്റ്റുകളാ കംപ്ലീറ്റ് അടിച്ചു വാരിക്കളയാണെന്നുള്ള. അവര് ഓരോ വാർഡിൽ എന്താ നടപ്പാക്കുക, നമ്മൾ നടപ്പാക്കുക ബഡ്സ് സ്കൂളിന് വേണ്ടിയിട്ട് ബസ് വാങ്ങി ബഡ്സ് സ്കൂളിന്റെ ബിൽഡിംഗ് ഉണ്ടാക്കി അത് ഇൻഫ്രാസ്ട്രക്ചറിലും അവിടെ ചില്ലറ കിട്ടുള്ളൂ. അല്ലാതെ ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി ഇല്ല, ആക്ടിവിറ്റി അല്ലെങ്കിൽ നല്ല ടെക്നോളജിയിലുള്ള ഉപകരണങ്ങൾ വാങ്ങാൻ ഒന്നുമില്ല. ഈ രക്ഷിതാക്കളെ വിളിച്ചിട്ട് തന്നെ ഒരു വർക്ക്ഷോപ്പ് നടത്തിയിട്ട് അവർ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയല്ലോ, ഇതുപോലെ പല രക്ഷിതാക്കൾക്കും പലതും ഉണ്ടാക്കാലോ. ഓരോ